ഹരി ഓം. ഏവർക്കും പറഞ്ഞ അവിടത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മളുടെ സംസാരിക്കുന്ന സർവേശ്വര ഗ്രഹത്തിന്റെ രാശിമാറ്റമാണ് അല്ലെ. മേടം 31 രാത്രി 10:07 വ്യാരം ഇടവൻ രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് രാശി മാറുകയാണ് അല്ലെ, അല്ലെങ്കിൽ സഞ്ചരിക്കുകയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ 2025 മെയ് 14 ആണ് രാശി മാറുന്നത്. ഏകദേശം ഒരു വർഷക്കാലമാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം എന്ന് പറയുന്നത്. ഈ വ്യാഴം രാശി മാറുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുക. ഇവിടെ വ്യാഴം എന്ന് പറയുന്നത് കേന്ദ്രത്തിലാണ് വന്നേക്കുന്നത്, മിഥുന രാശിയിലാണ് വന്നേക്കുന്നത്, ബുധന്റെ രാശിയിലാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പം ബുധന്റെ രാശി അല്ലെങ്കിൽ വ്യാഴം ഈ തവണ മിഥുനത്തിലേക്ക് വരുമ്പോൾ പൊതുവെ എല്ലാവർക്കും തന്നെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജി പരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് കുറച്ച് ഉയർച്ചകൾ, അതുപോലെ പുതിയ പുതിയ അറിവുകളൊക്കെ ശേഖരിക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ പുതിയ വിഷയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നോളജ് ഗെയിൻ ചെയ്യുക, ഒരു അപ്ഡേഷൻ നടക്കുക അല്ലെങ്കിൽ ഒരു അപ്സ്കിൽ നടത്താനൊക്കെ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഈ ഒരു വ്യാഴത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് വരിക. അത് മാത്രമല്ല ഇതാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് എങ്ങോട്ടൊക്കെയാ, നമ്മുടെ സ്വക്ഷേത്രത്തിലേക്ക് ധനുരാശിയിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. നമുക്കറിയാം വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്, 5, 7, 9 ആണ് അല്ലെ. അപ്പൊ 5 എന്ന് പറയുമ്പോൾ തുലാം രാശിയാണ്, 7 എന്ന് പറയുമ്പോൾ ധനുരാശിയാണ്, 9 രാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ്. അപ്പൊ ഈ 3 രാശിയിലേക്കാണ് വ്യാഴം ദൃഷ്ടി ചെയ്യുക. അപ്പൊ എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള ഓരോരുത്തർക്കും നമുക്ക് നോക്കാം. നമ്മുടെ ദേവനന്ദു എന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് പറഞ്ഞ ബെല്ലൈക്കൻ കൂടെ അമർത്തുക കേട്ടോ. എന്നാൽ മാത്രം നമ്മൾ എന്റെ വീഡിയോസ് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങുക കേട്ടോ. അപ്പൊ അധികം താമസിക്കില്ല, വീഡിയോയിലേക്ക് കിടക്കാം. വൃശ്ചിക രാശി, വിശാഖംകാരണിരം തൃക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയാം അല്ലെ. വൃശ്ചിക രാശി സംബന്ധിച്ചോളം വ്യാഴം എന്ന് പറയുന്നത് എന്താണ്, 8ലാണ് സ്ഥിതി ചെയ്യുക അല്ലെ. 8 സ്ഥിതി ചെയ്യുമ്പോൾ 2, 5 ഭാവാദിനാണ് വ്യാഴം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിന്, വരുമാനം, അതുപോലെ നമ്മുടെ കമ്മിറ്റ്മെന്റ്സ്, നമ്മുടെ ഇമോഷൻസ്, ചിന്തകൾ, പ്രവർത്തനം, ഇതിനൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ആവുന്നതാണ് വ്യാഴം എന്ന് പറയുന്നത് അല്ലെ. ആ വ്യാഴമാണ് 8ൽ നിൽക്കുക. സോ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. വൃശ്ചികക്കാരെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാം കിട്ടും, ഒന്നും കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാം കിട്ടും. പക്ഷെ അവിടെ ഒരു കമ്മിറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ്സ് അല്ല, അവിടെ ഒരു കംഫോർട്ട് നമുക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടൊരു പ്രശ്നം എന്ന് പറയാൻ. കുറച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടേ നമുക്ക് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് മാത്രമേ നമുക്ക് എന്തായാലും ഇത് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് പറയാം. അനവധി ചെലവുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ചെലവ് നമുക്ക് മാറ്റാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ ഫാമിലി, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ഡിപ്പെൻഡ് ആവാൻ സാധ്യത കൂടുതലാണ്. 5ാം ഭാവത്തിനുമാണ് ഇവിടെ വ്യാഴം എന്ന് പറയുന്നത്. സോ സന്താനം, ബുദ്ധി, പൂർവ്വജന്മ പുണ്യമൊക്കെ 8ൽ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ വരും, പക്ഷെ അത് പിന്നീട് നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. സോ ഒരു അഡ്വൈസർ അല്ലെങ്കിൽ നമ്മുടെ വെൽ വിഷേഴ്സിനെയൊക്കെ എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റിസ്കി എലമെന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഒരു അഭിപ്രായം ചോദിച്ച് ഒരു അഡ്വൈസ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്ന് പറയാം തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ദൃഷ്ടി വരിക 12, 2, അതുപോലെ തന്നെ 4 ഭാവങ്ങളിലേക്കാണ്. സോ 12 ഗുരു ദൃഷ്ടി വരുമ്പം ശുഭ ചെലവുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വാഹനം വാങ്ങാനായാലോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇനി നോക്കാം. 2ലേക്ക് ഗുരുദൃഷ്ടി വരുന്ന നമ്മുടെ കമ്മിറ്റ്മെന്റ്സിനെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 4ലെ വ്യാഴദൃഷ്ടി എന്ന് പറയുമ്പോൾ 4ലെ ശനി നമുക്ക് എന്താണ് മാറി കിട്ടുന്നുണ്ട്. സോ തടസ്സങ്ങളൊക്കെ മാറി തുടങ്ങും. ഒരു വീട് വാങ്ങണം അല്ലെങ്കിൽ വീട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന അനുകൂലമാണ്. ലോൺ എടുക്കുന്നവർക്ക് എടുക്കാവുന്ന സമയമാണ്. പണയം വെപ്പ് നടത്താൻ സാധ്യതയുള്ള സമയമാണ്. കടങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ തവണ വ്യാഴം തരുന്ന ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിന് ശേഷം നമുക്ക് അതിന്റെ യുദ്ധഫലം ലഭിക്കും എന്ന് പറയില്ല. നമുക്ക് യുദ്ധത്തിന് ഉണ്ടാവും. പോരാടി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറയാം. എന്നുവെച്ചാൽ സുഖമായിട്ട് നമുക്കൊന്നും കിട്ടില്ല. കുറച്ചൊക്കെ അധ്വാനിച്ച് കഠിനമായ അധ്വാനം നമുക്ക് ആവശ്യം വന്നേക്കാം. അവിടെ കുറെ മത്സരങ്ങൾ ആവശ്യം വന്നേക്കാം, യുദ്ധങ്ങൾ വന്നേക്കാം. ആ യുദ്ധങ്ങളിൽ അവസാനം നമുക്ക് എന്താണ് വിജയം കൈവരിക്കാൻ സാധിക്കും കേട്ടോ. നമ്മുടെ മനഃശക്തിയൊക്കെ വർദ്ധിപ്പിച്ചു തരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും സമം. സോ നമ്മുടെ യുദ്ധത്തിൽ നമ്മൾ മത്സരത്തിലൊക്കെ നമുക്ക് വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. തടസ്സങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ വ്യാഴത്തിന്റെ ഒരു പ്രീതിയാൽ. ഇത്രയൊക്കെയാണ് പൊതുഫലം എന്ന് പറയാം കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പേരും നക്ഷത്രം താരെ കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതാവും. അപ്പൊ പേര് നക്ഷത്രം വ്യക്തമായിട്ട് വായിക്കാവുന്ന രീതിയിൽ താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്,
ഈ ഒരു പൊതുഫലം നോക്കുമ്പോൾ ഇതില് എത്രമാത്രം എങ്ങനെയാണ് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുക? നമ്മുടെ ജാതകത്തില് നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഓരോ ട്രാൻസിറ്റും എന്നറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുക എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള പ്രഡിക്ഷനാണ്. ഓക്കെ, ഇപ്പൊ ഒരു രാശിയുടെ ബേസിലാണെങ്കിൽ ആ ഒരു രാശിയിലുള്ളവർക്ക് മൊത്തത്തില് പൊതുവായിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് നമ്മുടെ ജാതകത്തിൽ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു, ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ്, നമ്മുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ബലമായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ്, അതുപോലെ തന്നെ നമ്മൾ ഏത് ദശയാണ് നടക്കുന്നത്, എന്തിന്റെ അപകാരത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, ഇതൊക്കെ ബേസിലാണ് നമുക്ക് എന്താണ് വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാതെ. കാരണം പലരും ചോദിക്കുന്നത് പരിഹാരം കൂടി നിർദ്ദേശിക്കാമോ, അല്ലെങ്കിൽ ഈ ഫലം കേട്ട് ദോഷമാണ് അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അത് നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടേ കാര്യമില്ല. ഇപ്പൊ ഒരു അസുഖം വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ മരുന്ന് ഡോസേജ് കഴിച്ചിട്ടേ കാര്യമുള്ളൂ. ചിലവർക്കത് 5 ദിവസമാണെങ്കിൽ ചിലവർക്കത് ഒരാഴ്ച, ചിലവർക്കത് 2 ആഴ്ച കഴിക്കേണ്ടി വന്നേക്കാം. ചില ആളുകൾക്ക് ഗുളിക കഴിച്ചാണെങ്കിൽ ചിലവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില ഓപ്പറേഷൻസോ അല്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തും. ഓരോ അസുഖത്തിനും ഓരോ വ്യക്തിയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ഓരോ രോഗത്തിനായാലും കാരണം. അതുപോലെയാണ് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെ. ഇപ്പൊ എല്ലാവർക്കും ഒരു തരത്തിലുള്ള ദോഷമായിരിക്കില്ല, ഓരോരുത്തരുടെ ജാതകം എന്ന് പറയുന്നത് വ്യത്യസ്തപ്പെട്ടാണ്. സോ നമ്മുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നം അറിഞ്ഞാലല്ലേ നമുക്കത് കൃത്യമായിട്ട് കിട്ടുള്ളൂ. കണ്ണും പൂട്ടി നമ്മൾ എന്തൊക്കെയൊക്കെ പരിഹാരം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം നമുക്കുണ്ടാവും. പക്ഷെ ആ ദോഷത്തിന് അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ ദോഷത്തെ നിർവീര്യമാക്കാൻ ആ പരിഹാരത്തിന് ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ 100 പേരെ ഒരേ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2-3 പേർക്ക് എന്താണ് ആ ദോഷം അങ്ങ് മാറിയിട്ട്. കാരണം എന്താ, അവർക്ക് ആ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവർക്ക് എന്താണ് ആ ദോഷം മാറിയൊന്നുമില്ല, വേറെ കുറെ ദോഷങ്ങൾ മാറി, അല്ലെങ്കിൽ കുറച്ച് നെഗറ്റീവ് എനർജി കുറഞ്ഞിട്ടുണ്ടാവും. സോ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിക്ക് നല്ലത് വരണമെങ്കിൽ, ഒരു വ്യക്തിക്ക് സംബന്ധമായിട്ട് ഇപ്പൊ എനിക്ക് നല്ലതായിട്ട് വരണമെങ്കിൽ എൻ്റെ ജാതകം പരിശോധിച്ച് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഏത് പരിഹാരം ചെയ്തതാണ്, ഏത് ദേവന്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അനുകൂലമായിട്ട് വരിക, അല്ലെങ്കിൽ ഏത് ഉപാസന ചെയ്യുമ്പോഴാണ് നമുക്ക് അനുകൂലമായിട്ട് വരിക, അതനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഓരോ പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. സോ എന്താണ് ഒരു ബിഗ് കാര്യത്തിലേക്ക്, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുന്നു, അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എന്താണ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൺസൾട്ടേഷൻ എടുക്കുന്നതിനാണ് നല്ലതെന്ന് പറയുന്നത്. ഇനി അതല്ല നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പൊതുവായിട്ടുള്ള ഫലം അറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള ടേക്ക് കെയർസ് എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് കേട്ടോ. അതിന് പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കണം. പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് വെബിനാർസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. എല്ലാ മാസത്തിലും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് ബിസിനസ് ഓണേഴ്സിന് മാത്രമായിട്ടല്ല, നമുക്ക് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ക്ലാസ് ആയിരിക്കും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡില് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ കാരണം. സോ ആ മിസ്റ്റേക്കുകളെ ഒന്ന് റീപ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അവിടെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പൂജകളോ ഒന്നുമല്ല അതിൽ പഠിപ്പിക്കുന്നത്, ഒരു വെബിനാറാണ്. ഓക്കെ, അത് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം. കാരണം ബിസിനസ്സിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്കുള്ള നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ്. നോർമൽ ആയിട്ടുള്ളവരാണെങ്കിൽ പോലും, ഇപ്പൊ ബിസിനസ് ഒന്നുമില്ല ജോലിക്ക് പോകുന്നവരൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണ്, അങ്ങനെ എന്തായാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വെബിനാറാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അത് നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ നമ്മൾ എന്താണ് ഈ ടൈം മാർച്ചിൽ ഫ്രീ ആയിട്ടാണ് വെബിനാർ നടത്തുക. മാർച്ചിൽ ഒരു ഞായറാഴ്ച ഉറപ്പായിട്ടും മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഉണ്ടാവും. എല്ലാ മാസത്തിലും ഉണ്ടാവും ഒരു ഞായറാഴ്ച മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ തവണയും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഓരോ പുതിയ മെമ്പേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം പഴയ മെമ്പേഴ്സ് മാത്രമല്ല പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. സോ അവര് മില്ലിയനേഴ്സ് സക്സസ് മന്ത്രയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരു ഞായറാഴ്ച മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഒന്ന് കണ്ടവർ നിർബന്ധമായിട്ട് 2ാമത്തെ തവണ കണ്ടിരിക്കണം. അതിന് കാരണം എന്താണ്, ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, കാരണം ഇതൊരു ഫ്രീ വെബിനാറാണ്. അപ്പം ഒന്നും ഉണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കില്ല. ഫ്രീ ആയിട്ട് നൽകുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്തട്ടെ എന്ന് വിചാരിച്ചാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഫ്രീ ആയിട്ട് നടത്തുന്നത്. കാരണം എല്ലാവരിലും എത്തേണ്ട കാര്യമാണ്. നമ്മുടെ മൈൻഡിനെ ഒന്ന് പിടിച്ചു മാറ്റി നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ലൈഫിലേക്ക് നമുക്ക് നയിക്കാൻ
പറ്റുന്ന ഒരു വെബിനാറാണ് മില്യനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, കൂടുതലായിട്ട് ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടെ പോൾ അനുസരിച്ച് നമ്മൾ ഓരോ വെബിനാർസ് ഒക്കെ കണ്ടന്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇതുവരെ പുതിയത് കണ്ടന്റ് പ്ലാൻ ചെയ്തില്ല, കാരണം കുറച്ച് ബിസിയാണ്. കാരണം നമ്മുടെ ഓഫീസിൽ വിളിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ ബുക്കിംഗ് വരുന്നത് എങ്ങനെയാണ്. സോ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ആസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസൾട്ടേഷൻസ്, ഇങ്ങനത്തെ എന്താണ് വെബിനാർസ് ഒക്കെ നടത്തുന്നത്. ഓക്കെ, മറ്റുള്ള ക്ലാസ്സസ് മറ്റുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ അത് വേറെ ഡേയ്സ് ആണ് നടത്തുന്നത്. ഞായറാഴ്ച ദിവസം സ്പെഷ്യലി നമ്മൾ എന്താണ് ആസ്ട്രോളജി കൺസൾട്ടേഷൻ അങ്ങനെയായിട്ടൊക്കെയാണ് നിൽക്കുക. അതുപോലെ തന്നെ അടുത്തൊരു സംശയമാണ്, എങ്ങനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഓഫീസ് നമ്പറാണ്. എല്ലാവരും സന്തോഷമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടാകും ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമായിട്ട് ഈശ്വരവിശ്വാസത്തോടെ നേരിടാൻ പറ്റുന്നതാണ് കേട്ടോ. ശുഭപ്രതീക്ഷയോടെ സൽപ്രവൃത്തികൾ ചെയ്ത് സൽചിന്തയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടെന്ന്, പരിഹാരം ഇല്ലാത്ത പ്രശ്നം ഏതാ ഉള്ളത്? അപ്പൊ എങ്ങനെയാ ഹാപ്പി ആയിട്ട് പോവാം കേട്ടോ.